വാട്സപ്പിൽ വരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകളൊക്കെ നമ്മൾ പലപ്പോഴും നമുക്ക് അറിയാറില്ല. പ്ലേ സ്റ്റോറിൽ നമുക്ക് അത്തരത്തിൽ എനേബിൾ ചെയ്ത് വെക്കാൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് അത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻസ് വരാറുമില്ല. അപ്പോൾ നമുക്ക് വാട്സപ്പിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യത്തിൽ അറിയിക്കുന്ന ഒരു ആപ്ലിക്കേഷൻസിൻ്റെ സൗകര്യമുണ്ട്. അപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. വാട്സപ്പിൽ വരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകളൊക്കെ നമുക്ക് ഏറ്റവും ആദ്യത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി നമ്മളെപ്പോഴും പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യണം. അപ്ഡേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓരോ ഫീച്ചേഴ്സുകൾ ഉപയോഗിക്കാൻ സാധിക്കുക. അപ്പോൾ അപ്ഡേറ്റ് വരുന്ന സമയത്ത് തന്നെ നമുക്ക് അറിയാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ ഉപകാരമുള്ള കാര്യമാണ്. നമ്മൾ ആരും പ്ലേ സ്റ്റോറിൽ പോയി എല്ലാ ദിവസവും അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ഏതാണെന്ന് നോക്കുക. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഈ ചാനലിലൂടെയാണ് നമ്മൾ വാട്സപ്പ് പരമായുള്ള അപ്ഡേറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. കൂടുതൽ ടെക്നോളജി അറിവുകളൊക്കെ നമ്മുടെ മെയിൻ ചാനലായ ലൈവ് ടിപ്സ് വേണ്ടി എന്ന യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ചാനൽ ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വെക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ നോക്കുക. അതിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഈ ആപ്ലിക്കേഷനകത്ത്. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും അപ്ഡേറ്റഡ് ഫോർ വാട്സപ്പ് എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. ഇവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ ലേറ്റസ്റ്റ് വേർഷനായിട്ട് ഇവിടെ എൻ്റെ എന്നാണ് കാണിക്കുന്നത്. അതായത് ഒന്നുമില്ല. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റ് വരുന്ന സമയത്ത് ഇവിടെ ലേറ്റസ്റ്റ് വേർഷൻ കാണും. ഇവിടെ അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അപ്ഡേറ്റ് എന്ന് കാണും. ഇവിടെ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കും വാട്സപ്പിൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല നമുക്ക് ഇതിനകത്ത് ഏറ്റവും മുകളിലുള്ള സെറ്റിങ്സിൻ്റെ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചെക്ക് ഫോർ അപ്ഡേറ്റ് എന്നുള്ളത് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കണം. കാരണം അപ്ഡേറ്റ് വരുമ്പോൾ അത് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ്. രണ്ടാമത്തെ എനേബിൾ നോട്ടിഫിക്കേഷൻ ഉള്ളതും ടിക്ക് ചെയ്ത് കൊടുക്കണം. അത് ഓൾറെഡി ടിക്കായിരിക്കും. കാരണം നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. വാട്സപ്പിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് വരുമ്പോൾ തന്നെ നമ്മുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ വരും. അങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഏറ്റവും ആദ്യത്തിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഏറ്റവും പുതിയ ഫീച്ചറുകളൊക്കെ അപ്ഡേറ്റ് വരുമ്പോഴാണ് ലഭിക്കുക. അപ്പോൾ ആ ഫീച്ചറുകൾ നേരത്തെ ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയി വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യണം. അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ തരും. ഉടനെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. നോട്ടിഫിക്കേഷൻ്റെ സൗണ്ട് വേണമെങ്കിൽ ഇവിടെ നോട്ടിഫിക്കേഷൻ സൗണ്ട് എന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരുപാട് സൗണ്ട് ഉണ്ട്. വേണ്ട സൗണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. നോട്ടിഫിക്കേഷൻ ഫ്രീക്വൻസി വേണമെങ്കിൽ നിങ്ങൾക്ക് എത്ര ഗ്യാപ്പിലാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരേണ്ടതെങ്കിൽ അതിവിടെ ഒരു മണിക്കൂർ, അതായത് ഒരു അപ്ഡേറ്റ് വന്ന് ഒരു മണിക്കൂറിനുള്ളിൽ നമുക്ക് റീപ്ലേ നോട്ടിഫിക്കേഷൻ വരാനുള്ള ഓപ്ഷൻസ് സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ വാട്സപ്പിൽ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് വേർഷൻ എത്രയാണ് നമുക്ക് കാണിക്കുന്നത്. 2.21.19.15 എന്നുള്ള പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനാണ് ഇപ്പോൾ എനേബിൾ ആയിരിക്കുന്നത്. താഴെ കാണുന്ന ഭാഗത്ത് ലേറ്റസ്റ്റ് വേർഷൻ ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വാട്സപ്പ് അപ്ഡേറ്റ് എന്ന് കാണിക്കും. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ. അതിന് ആപ്ലിക്കേഷൻ ഏതാണെന്ന് നോക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തുകൊണ്ട് പ്ലേ സ്റ്റോറിൽ നമ്മൾ അപ്ഡേറ്റ് ഫോർ വാട്സപ്പ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ അപ്ഡേറ്റ് ഫോർ വാട്സപ്പ് എന്ന് ഇതുപോലെ സെർച്ച് ചെയ്ത് കൊടുക്കുക. സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും മുകളിൽ തന്നെ അപ്ഡേറ്റ് ഫോർ വാട്സപ്പ് എന്നുള്ള ആ ഒരു ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് വാട്സപ്പിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഏറ്റവും ആദ്യത്തിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സഹായിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.